നമസ്കാരം. ഇന്ന് മെയ് 31. വീണ്ടും ഒരു ലോക പുകയില വിരുദ്ധ ദിനം വന്നെത്തിയിരിക്കുകയാണ്. പുകയിലയുടെ ദൂഷ്യവശങ്ങളെ പറ്റിയൊന്നും ഇനിയും നമുക്കധികം സംസാരിക്കേണ്ടതായിട്ടില്ല. പുകയില ക്യാൻസർ ഉണ്ടാക്കുന്നു, ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും അത് ബാധിക്കുന്നു എന്നൊന്നും ഇന്നത്തെ കാലത്ത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യകതയില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ യുഗത്തിൽ ടുബാക്കോ പല രൂപത്തിലും ഭാവത്തിലും നമ്മളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം അറിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വർഷത്തെ വേൾഡ് നോ ടുബാക്കോയുടെ തീമായി അൺമാസ്കിംഗ് ദ അപ്പീൽ എന്ന വിഷയം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അൺമാസ്കിംഗ് ദ അപ്പീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുബാക്കോ കച്ചവടക്കാരുടെ, ടുബാക്കോ കമ്പനികളുടെ കുതന്ത്രങ്ങളെ തുറന്നു കാട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ലോകത്ത് ഏതാണ്ട് 253 മില്യൺ ടൊബാക്കോ യൂസേഴ്സ് ഉണ്ട്. ഒരു വർഷം ഏതാണ്ട് 8 മില്യൺ ആൾക്കാർ ടുബാക്കോയുടെ ദൂഷ്യവശങ്ങളാൽ മരണപ്പെടുന്നു. ഇത് അറിഞ്ഞറിഞ്ഞ് സിഗരറ്റിൻ്റെ ഉപയോഗം നല്ല രീതിയിൽ കുറഞ്ഞു. പക്ഷേ ഈ സിഗരറ്റ് പോലെയുള്ള ആധുനിക യുഗത്തിലെ നൂതനമായ ടുബാക്കോ ഡെലിവറി സിസ്റ്റംസ് വളർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രധാനമായും 3 രീതിയിലാണ് ഈ ടൊബാക്കോ കമ്പനികൾ നമ്മളെ കീഴടക്കുന്നത്. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഫ്ലേവേഴ്സ് ആൻഡ് അഡിക്റ്റീവ്സ് ആണ്. പല തരത്തിലുള്ള ഫ്ലേവേഴ്സ് ആഡ് ചെയ്ത് ടുബാക്കോ വിൽപ്പന നടത്തുക. നിങ്ങൾ ചിന്തിക്കും ഫ്ലേവറുകൾ എന്ന് പറയുമ്പോൾ എന്തുമാത്രം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് 16,000-ലധികം ടുബാക്കോ ഫ്ലേവേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിൽ ഫ്ലേവർ ചെയ്യപ്പെട്ട ടുബാക്കോ, പ്രത്യേകിച്ച് ഈ സിഗരറ്റിലൂടെയൊക്കെ ഫ്ലേവർ ചെയ്യപ്പെട്ട ടുബാക്കോ നമ്മൾ രുചിക്കുമ്പോൾ അതിലേക്ക് എത്തിപ്പെടുമ്പോൾ ഒരുപക്ഷെ അതിൽ നിന്ന് പിന്മാറാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു ചൂട് നിറങ്ങലാവാം അതുവഴി ഉണ്ടാകുന്നത്. പിന്നീട് മറ്റൊരു വഴിയാണ് ടാർഗറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ അഡൽട്ട് പോപ്പുലേഷനിലെ ഈ സിഗരറ്റിൻ്റെ യൂസിൻ്റെ ശതമാനം എടുത്താൽ വെറും 2% വരുന്നുള്ളൂ. പക്ഷേ അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പ്, കൗമാരപ്രായക്കാർക്കിടയിലെ ഈ സിഗരറ്റ് ഉപയോഗത്തിൻ്റെ തോത് എന്ന് പറയുന്നത് 12.5%-ലധികമാണ്. ഇന്നത്തെ കമ്പനികൾ പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത് ഈ കൊച്ചുകുട്ടികളെയാണ്. അവരെ വേഗം എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള ദുശീലങ്ങളിലേക്ക് ആകർഷിക്കുവാൻ തക്ക വിധത്തിലാണ് ഇപ്പോഴത്തെ നൂതനമായിട്ടുള്ള മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇതൊക്കെ സർവ്വസാധാരണമാണ്. കൗമാരപ്രായത്തിൽ അല്ലെങ്കിൽ ബാല്യകാലത്ത് ഇതൊന്നുമില്ലാതെ എന്ത് ജീവിതം എന്ന് പറഞ്ഞ് ഇതിനൊക്കെ നോർമലൈസ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കിലൂടെയാണ് നമ്മുടെ ഈ കാലഘട്ടം കടന്നു പോകുന്നത്. അപ്പോൾ ഇതിനെല്ലാം ചെറുക്കുക എന്നുള്ളത് ഇന്നിൻ്റെ ആവശ്യകതയാണ്. അതുപോലെ തന്നെ മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഡിസെപ്റ്റീവ് ഡിസൈൻസാണ്. അതായത് ടോയ്സിൻ്റെ രൂപത്തിലും വളരെ അട്രാക്റ്റീവായിട്ടുള്ള രൂപത്തിലും ഇപ്പോൾ പല ടൊബാക്കോ ഡെലിവറി സിസ്റ്റംസും നമ്മുടെ സൊസൈറ്റിയിൽ അവൈലബിളാണ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ജനതയെ, നമ്മുടെ കുട്ടികളെ, നമ്മുടെ കൗമാരക്കാരെ എത്തിപ്പെടുത്താതിരിക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് തടയിടുക എന്നുള്ളത് നമ്മുടെ ആവശ്യകത തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ യുഗത്തിൽ യാഥാർത്ഥ്യമേത്, മിഥ്യേത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള ഈ ഒരു ലോകത്ത് ടുബാക്കോ അതിൻ്റെ ഏതു ഭാവത്തിലും ഏതു രൂപത്തിൽ വന്നാലും നമ്മളതിന് കീഴ്പ്പെടില്ല എന്ന് ഉറച്ചു നിൽക്കണം. എങ്കിൽ മാത്രമേ ആരോഗ്യകരമായ ഈ ടുബാക്കോ ഉപയോഗത്തിൻ്റെ ദൂഷ്യഫലങ്ങളില്ലാത്ത ഒരു നല്ല നാളെയിലേക്ക് നമുക്ക് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. നന്ദി, നമസ്കാരം.